നിങ്ങളുടെ പ്രാർത്ഥനകൾക്ക് നിങ്ങളുടെ സ്ഥിതികളെ മാറ്റുവാൻ കഴിയും എന്നുള്ളതാണ്. യുവർ പ്രെയർ ക്യാൻ ചേഞ്ച് യുവർ സിറ്റുവേഷൻസ്. നിങ്ങളുടെ പ്രാർത്ഥനകൾക്ക് നിങ്ങളുടെ അവസ്ഥകളെ മാറ്റാൻ കഴിയും. എത്ര പേര് അതിനൊരു ആമീൻ പറയും? ഈ ലോകത്തിലെ യാതൊരു കാര്യങ്ങൾക്കും നമ്മളാകുന്ന വ്യക്തിയെയും നമ്മുടെ സാഹചര്യങ്ങളെയും മാറ്റുവാൻ കഴിയുകയില്ല. പക്ഷേ നമ്മുടെ ജീവിതത്തെയും നമ്മുടെ സാഹചര്യങ്ങളെയും മുഴുവനായി മാറ്റുവാൻ, ഒരു വലിയ മാറ്റം വരുത്തുവാൻ പ്രാർത്ഥനയ്ക്ക് സാധ്യമാണ്. വായിക്കാം, ഉൽപ്പത്തിയുടെ പുസ്തകം 32-ാം അധ്യായത്തിൻ്റെ 23 മുതലുള്ള വേദഭാഗങ്ങളിലേക്കൊന്ന് വരേണ്ടതായിട്ടുണ്ട്. അങ്ങനെ അവൻ അവരെ കൂട്ടി ആറ്റിനക്കരെ കടത്തി. തനിക്കുള്ളതൊക്കെയും അക്കരെ കടത്തിയ ശേഷം യാക്കോബ് തനിയെ ശേഷിച്ചു. അപ്പോൾ ഒരു പുരുഷൻ ഉഷസ്സാകുവോളം അവനോട് മല്ലു പിടിച്ചു. അവനെ ജയിക്കുകയില്ല എന്ന് കണ്ടപ്പോൾ അവൻ അവൻ്റെ തുടയുടെ തടം തൊട്ടു. ആകിയാൽ അവനോട് മല്ലു പിടിക്കുകയും യാക്കോബിൻ്റെ തുടയുടെ തടം ഉളുക്കിപ്പോയി. എന്നെ വിടുക, ഉഷസ് ഉദിക്കുന്നുവല്ലോ എന്ന് അവൻ പറഞ്ഞതിന്, നീ എന്നെ അനുഗ്രഹിച്ചല്ലാതെ ഞാൻ നിന്നെ വിടുകയില്ല എന്ന് അവൻ പറഞ്ഞു. നിന്റെ പേർ എന്ത് എന്ന് അവൻ അവനോട് ചോദിച്ചതിന്, യാക്കോബ് എന്ന് അവൻ പറഞ്ഞു. നീ ദൈവത്തോടും മനുഷ്യരോടും മല്ലു പിടിച്ച് ജയിച്ചത് കൊണ്ട് നിന്റെ പേർ ഇനി യാക്കോബ് എന്നല്ല ഇസ്രായേൽ എന്ന് വിളിക്കപ്പെടും എന്ന് അവൻ പറഞ്ഞു. പ്രിയ ദൈവത്തിന്റെ ജനമേ, നീ ദൈവത്തോടും മനുഷ്യനോടും മല്ലു പിടിച്ചു. ഹല്ലേലൂയ. പ്രാർത്ഥനയിൽ യാബോക്കിന്റെ കടവിൽ ദൈവത്തോട് മല്ലു പിടിച്ചു. ശരിക്കും പറഞ്ഞാൽ ആ മല്ലു പിടിച്ചു എന്ന് എഴുതിയിരിക്കുന്നത്, ആ പദം പല ട്രാൻസ്ലേഷനുകളിലും വളരെ ശക്തമായ നിലയിൽ ആ വാക്യത്തിന്റെ 28-ാമത്തെ വാക്യത്തിൽ എഴുതിയിരിക്കുകയാണ്. ഹല്ലേലൂയ. നീ മനുഷ്യനോടും ദൈവത്തോടും മല്ലു പിടിച്ചത് കൊണ്ട്, ജയിച്ചത് കൊണ്ട് നിന്റെ പേരിന് യാക്കോബ് എന്നല്ല. അപ്പോൾ എന്താണ് യാബോക്കിന്റെ കടവിൽ നടന്നത്, അല്ലെങ്കിൽ യാക്കോബിന്റെ പ്രാർത്ഥന എന്ന് പറയുന്നത്? ശരിക്കും പറഞ്ഞാൽ ഒരു മൽപ്പിടുത്തമായിരുന്നു. അനുഗ്രഹത്തിന് വേണ്ടി ദൈവത്തിൻ്റെ സന്നിധിയിൽ എൻ്റെ അവസ്ഥകളെ മാറ്റാതെ, എൻ്റെ സ്ഥിതികളെ മാറ്റാതെ, നീ എന്നെ അനുഗ്രഹിച്ചിട്ടല്ലാതെ ഞാൻ നിന്നെ വിടത്തില്ല എന്ന് പറഞ്ഞ് തമ്പുരാനെ കയറി പിടിച്ച, അവൻ്റെ പാദപീഠത്തിൽ കയറി ആഴമായി പിടിച്ച ഒരവസ്ഥ. ഹല്ലേലൂയ. ആ സമയത്ത് നമുക്ക് വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ കഴിയുന്നു, ആ ഒരു മൽപ്പിടുത്തം അല്ലെങ്കിൽ പ്രാർത്ഥനയിൽ നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലെ ഒരു റെസ്ലിംഗ് അല്ല അവിടെ നടക്കുന്നത്. ചിലരിങ്ങനെ പറയുന്ന കേട്ടിട്ടുണ്ട്, യാക്കോബ് ദൈവവുമായിട്ടൊരു റെസ്ലിംഗ് നടന്നത്. ശരിക്കും പറഞ്ഞാൽ ഇതൊരു റെസ്ലിംഗ് അല്ല, അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ഒരു ഗുസ്തിയല്ല അവിടെ നടക്കുന്നത്. ഒരു മനുഷ്യൻ ദൈവസാന്നിധ്യം അനുഭവിക്കുമ്പോൾ തൻ്റെ പ്രാർത്ഥനയുടെ ആ സമയത്ത്, ആ സാഹചര്യത്തിൽ, ഹല്ലേലൂയ, ഇനി നീ എന്നെ അനുഗ്രഹിച്ചിട്ടല്ലാതെ, അങ്ങനെ തൊട്ടല്ലാതെ, എൻ്റെ വിഷയങ്ങൾക്ക് ഒരു വ്യത്യാസം വരുത്തിയല്ലാതെ അങ്ങേ ഞാൻ വിടുകയില്ല എന്ന് പറഞ്ഞ് വിശ്വാസത്തോടെ കയറി ദൈവത്തെ പിടിക്കുന്ന ഒരവസ്ഥയാണ് നമ്മളിവിടെ കാണുന്നത്. ശരിക്കും പറഞ്ഞാൽ നമുക്കവിടെ വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്, ആ ഒരൊറ്റ പ്രാർത്ഥന യാക്കോബിൻ്റെ ചരിത്രത്തെ മാറ്റുകയാണ്. ഒരു മനുഷ്യൻ, ഇങ്ങനെ പറയട്ടെ, കുറച്ചുകൂടെ നല്ലത് ഇങ്ങനെ പറയുന്നതാ, ഒരു മനുഷ്യനെ ദൈവം ഒരു രാജ്യമായി പ്രഖ്യാപിച്ചു. ഇനി നിന്റെ പേര് യാക്കോബ് എന്നല്ല, ഇനി നിന്റെ പേര് ഇസ്രായേൽ എന്നാണ്. ഒരു മനുഷ്യൻ, തിങ്ക് അബൌട്ട് ദാറ്റ്. നമുക്കിത് കേൾക്കുമ്പോൾ നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റുകയില്ല. നമ്മളൊക്കെ ഇമാജിൻ ചെയ്യുന്നതിനൊക്കെ ഒരു പരിധിയുണ്ട്. ഒരു മനുഷ്യൻ്റെ ദൈവസന്നിധിയിലുള്ള മല്ലു പിടിച്ചുള്ള പ്രാർത്ഥന, അല്ലെങ്കിൽ ദൈവസന്നിധിയിൽ അവൻ ശക്തമായിട്ട് ഉത്സാഹത്തോടെ പ്രാർത്ഥിച്ച, വിശ്വാസത്തോടെ പ്രാർത്ഥിച്ച പ്രാർത്ഥന അവനെ മാത്രമല്ല, ഒരു ജനതയുടെ, ഒരു നാഷണാലിറ്റീസിൻ്റെ അല്ലെങ്കിൽ ഒരു നേഷൻ്റെ അനുഗ്രഹമായി മാറി. ഹല്ലേലൂയ. ഇന്ന് ഈ സന്ദേശം കേൾക്കുന്ന നിങ്ങളോട് പറയട്ടെ, നിങ്ങളുടെ പ്രാർത്ഥന നിങ്ങളെ മാത്രമല്ല തൊടുന്നത്, നിങ്ങളുടെ പ്രാർത്ഥന നിങ്ങളുടെ ദേശങ്ങളെ തൊടും. നിങ്ങൾ നിമിത്തം നിങ്ങളുടെ ദേശങ്ങളിൽ വ്യത്യാസങ്ങളെ ദൈവം അയക്കും. ജോസഫ് നിമിത്തം മിസ്രൈമിൻ്റെ വീടിനെ അനുഗ്രഹിച്ച ദൈവം, ജോസഫ് എന്ന മനുഷ്യൻ നിമിത്തം മിസ്രൈമിനെ മാനിച്ച ദൈവം. പ്രാർത്ഥിക്കുന്ന സഹോദര, പ്രാർത്ഥിക്കുന്ന സഹോദരി, നിങ്ങൾ നിമിത്തം നിങ്ങളുടെ ദേശത്തെ അനുഗ്രഹിക്കുവാൻ ദൈവം മതിയായ ദൈവമാണ്. ദൈവം തന്റെ ജനത്തിന്റെ സ്ഥിതി മാറ്റുമ്പോൾ യാക്കോബ് സന്തോഷിക്കുകയും ഇസ്രായേൽ
ആനന്ദിക്കുകയും ചെയ്യും. പ്രാർത്ഥിച്ചവൻ സന്തോഷിക്കുന്നു, പ്രാർത്ഥിച്ചവന്റെ തലമുറ ആനന്ദിക്കുന്നു. പ്രാർത്ഥിച്ചവന്റെ സ്ഥിതികളെ ദൈവം മാറ്റുന്നു. എഴുന്നേറ്റ് നടക്കാൻ പ്രാപ്തിയില്ലാത്തവനെ മെതിവണ്ടിയാക്കി മാറ്റുന്നു. പെരുവെള്ളം കവിഞ്ഞു വരുമ്പോൾ അത് അവന്റെ മീതെ ഒഴുകുന്നില്ല. തീയിലൂടെ നടക്കുമ്പോൾ അവന്റെ കാല് വെന്തു പോകുന്നില്ല. നമ്മൾ ഈ വചനങ്ങളെല്ലാം വായിച്ച് സന്തോഷിക്കുകയും നമ്മൾ വാഗ്ദത്ത പ്രോമിസ് വേർഡുകളായിട്ട് ആൾക്കാർക്ക് അയച്ചു കൊടുക്കുകയും ഒക്കെ ചെയ്യും. പക്ഷേ ആരുടെ മേളിലാണ് പെരുവെള്ളം കവിഞ്ഞൊഴുകാത്തത്? ആരുടെ കാലാണ് തീയിൽ വെന്തു പോകാത്തത്? ആരാണ് ഒരു മെതിവണ്ടിയായി തീരുന്നത്? ആരാണ് ഇസ്രായേലിന്റെ യഹോവയിൽ ഘോഷിച്ച് ഉല്ലസിച്ച് പുകഴുന്നത്? ആരോട് പോരാടുന്നവരാണ് ഇല്ലാതെയാകുന്നത്? ആരോട് യുദ്ധം ചെയ്യുന്നവരാണ് നാസ്തിത്വം ഇല്ലായ്മയുമാകുന്നത്? ആരെ നോക്കിയാണ് ദൈവം ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്, ഞാൻ നിന്നെ ശക്തീകരിക്കും, ഞാൻ നിന്നെ സഹായിക്കും, എൻ്റെ നീതിയുള്ള വലം കൈ കൊണ്ട് നിന്നെ താങ്ങുമെന്ന് പറഞ്ഞത് ആരോടാണ്? പ്രാർത്ഥനയിൽ മല്ലുപിടിച്ചവനോട്, പ്രാർത്ഥനയിൽ ദൈവസന്നിധിയിൽ പോരാടിയവനോട്. ഈ വാക്യങ്ങളൊക്കെ വായിക്കുമ്പോൾ ഞാൻ നിങ്ങളോട് പ്രസംഗിച്ച ഈ വചനഭാഗം മറന്നുപോകല്ലേ പ്രിയപ്പെട്ടവരെ. നമ്മൾ വെറുതെ ഇതൊക്കെ എടുത്ത് വായിക്കുകയും ചുമ്മാതെ ഇതൊക്കെ ആൾക്കാർക്ക് അയച്ചു കൊടുക്കുകയും യെസ് ആമീൻ ഗ്ലോറി എന്നൊക്കെ പറഞ്ഞ് അതിന് മറുപടി അയക്കുകയൊക്കെ ചെയ്യുമ്പം ഭയപ്പെടേണ്ട, ഞാൻ നിന്റെ കൂടെയുണ്ട്, ഭ്രമിച്ചു നോക്കേണ്ട, ഞാൻ നിന്റെ ദൈവമാണ്, ഞാൻ നിന്നെ ശക്തീകരിക്കും, ഞാൻ നിന്നെ സഹായിക്കും, എൻ്റെ നീതിയുള്ള വലം കൈ കൊണ്ട് ഞാൻ നിന്നെ താങ്ങും, നിന്നോട് പോരാടുന്നവർ പരാജയപ്പെട്ടു പോകും, ഒരു ശക്തികൾക്ക് നിന്റെ മുമ്പിൽ നിവർന്നു നിൽക്കാൻ പറ്റുകയില്ല. ഹല്ലേലൂയ. നീ ഇസ്രായേലിന്റെ പരിശുദ്ധനിൽ പുകഴും, നിന്നെ ഞാൻ മെതിവണ്ടി ആക്കും, നീ പർവ്വതങ്ങളെ പൊട്ടിക്കും, കുന്നുകളെ പൊടിക്കും എന്നൊക്കെ പറയുമ്പം പ്രാർത്ഥിക്കുന്നവന്റെ ഉള്ളം സന്തോഷിക്കട്ടെ. കാരണം അത് ദൈവസന്നിധിയിൽ അവരവരുടെ പ്രാർത്ഥനാ മുറിയിൽ മല്ലുപിടിക്കുന്നവരോടും ദൈവസാന്നിധ്യത്തിൽ ഇരിക്കുന്നവരോടും പ്രാർത്ഥനാ ജീവിതമുള്ളവരോടുമുള്ള സന്ദേശമാണ്. ദൈവം തൻ്റെ ജനത്തിൻ്റെ സ്ഥിതി മാറ്റുമ്പോൾ യാക്കോബ് സന്തോഷിക്കും. ഇന്ന് ഈ സർവീസ് കാണുന്ന നിങ്ങൾ ദൈവത്തിൻ്റെ മക്കളാണെന്നുള്ള ഉറപ്പ് നിങ്ങൾക്കുണ്ടോ? നിങ്ങൾ പ്രാർത്ഥിക്കുന്ന ഒരു ദൈവ പൈതലാണോ? കുഞ്ഞെ, ഇന്ന് നിന്റെ സാഹചര്യങ്ങൾ വളരെ മോശമായേക്കാം, ഇന്ന് നിന്റെ സ്ഥിതികൾ വളരെ ബുദ്ധിമുട്ടിലായേക്കാം. പക്ഷെ ദൈവം നിന്നോട് പറയുന്നു, അവന് നിന്റെ സ്ഥിതികളെ മാറ്റാൻ കഴിയും, അവന് ദേശത്തിൻ്റെ സ്ഥിതികളെ മാറ്റാൻ കഴിയും. പ്രാർത്ഥനയ്ക്ക് ഏതൊരു വ്യക്തിയുടെയും അവസ്ഥകളെ മാറ്റാൻ കഴിയും. യാക്കോബ് എന്ന് പറയുന്ന ഒരു പരാജിതനായ മനുഷ്യനെ ഇസ്രായേലാക്കി തീർക്കുവാൻ, ഒരു പരാജയപ്പെട്ട മനുഷ്യനെ ഒരു രാജ്യമാക്കി മാറ്റുവാൻ ദൈവത്തിന് കഴിഞ്ഞെങ്കിൽ നിന്റെ പ്രാർത്ഥനകൾക്ക് നിന്റെ സ്ഥിതികളെ മാറ്റാൻ കഴിയും.